കാപ്പ നിയമം ലംഘിച്ച് കോഴിക്കോട് ജില്ലയിൽ പ്രവേശിച്ച പ്രതിയെ നാട്ടുകാർ ചേർന്ന് പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. കോഴിക്കോട് വളയം സ്വദേശി അജ്മലാണ് പിടിയിലായത്. കഴിഞ്ഞ ദിവസം ഓട്ടോയിൽ ഇടിച്ച് അജ്മലിന്റെ കാർ നിർത്താതെ പോയിരുന്നു. ഈ കേസിൽ പിടികൂടാൻ പോലീസ് എത്തിയപ്പോഴേക്കും രക്ഷപ്പെട്ട അജ്മലിന്റെ കാർ ആംബുലൻസ് അടക്കം നിരവധി വാഹനങ്ങൾ ഇടിച്ചു. ഇതോടെയാണ് നാട്ടുകാർ തന്നെ ഇയാളെ പിന്തുടർന്ന് പിടികൂടിയത്. അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങളുമായി. അഭിജിത്ത്, ഇപ്പോൾ പ്രതിയെ നാട്ടുകാർ തന്നെ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. എവിടെ വെച്ചാണ് ഇയാളെ പിടികൂടിയത്? സ്മൃതി, കാപ്പ ചുമത്തപ്പെട്ട അജ്മലിന് 6 മാസത്തേക്ക് കോഴിക്കോട് ജില്ലയിൽ പ്രവേശിക്കാൻ വിലക്കുണ്ടായിരുന്നു. ഇത് ലംഘിച്ചാണ് ഇയാൾ ജില്ലയിലേക്ക് എത്തിയത്. കഴിഞ്ഞ ദിവസം ഇയാളുടെ കാർ ഒരു ഓട്ടോറിക്ഷയിൽ ഇടിച്ച് അപകടമുണ്ടായി. പിന്നാലെ കുറ്റ്യാടി പോലീസ് ഇയാൾക്കെതിരെ കേസെടുക്കുകയും അന്വേഷണം നടത്തിവരികയുമായിരുന്നു. അതിനിടയിലാണ് ഇന്നലെ വൈകുന്നേരത്തോടുകൂടി ഇയാളെ പോലീസ് കണ്ടെത്തുന്നത്. പോലീസ് വരുന്നുണ്ടെന്നറിഞ്ഞ അജ്മൽ അയാളുടെ കാറിൽ അവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. അതിനിടയിലാണ് ഈ രക്ഷപ്പെടുന്നതിനിടെ നിരവധി വാഹനങ്ങളിൽ ഇയാളുടെ കാറ് തട്ടി അത് വലിയ പ്രശ്നമുണ്ടാവുകയും ചെയ്തു. ആംബുലൻസിൽ ഉൾപ്പെടെയാണ് ഈ കാറ് ചെന്ന് കൊണ്ടുപോയി ഇടിച്ചത്. ഇതിന് പിന്നാലെയാണ് നാട്ടുകാർ ഉൾപ്പെടെ ഇയാളുടെ പുറകെ പിന്തുടർന്നെത്തിയത്. അങ്ങനെ ഏതാണ്ട് 1 മണിക്കൂർ നേരമാണ് ഇയാൾ നാട്ടുകാരെയും പോലീസിനെയും വട്ടം കറക്കിയത്. അതിനിടയിലാണ് ഈ പരാക്രമങ്ങളൊക്കെ കാണിക്കുകയും ചെയ്തത്. അതായത് ആംബുലൻസിൽ ഉൾപ്പെടെ നിരവധി വാഹനങ്ങളിലൊക്കെ ഇയാളുടെ കാർ കൊണ്ടുപോയി ചെന്നിടിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഒടുവിൽ സാഹസികമായി നാട്ടുകാർ ഇടപെട്ട് ഈ അജ്മലിനെ പിടികൂടുന്നതും ഒടുവിൽ കുറ്റ്യാടി പോലീസിന് കൈമാറുകയും ചെയ്തിട്ടുള്ളത്. ഇത്രയധികം ആളുകളുണ്ട്, ഒരു മനുഷ്യനെ എങ്ങനെ കെട്ടിയിട്ടിട്ടൊക്കെ കൊണ്ടുപോകേണ്ട അവസ്ഥ എന്തായിരുന്നു? സ്മൃതി, അതിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ യുവാവിനൊപ്പം, അതായത് അജ്മലിനൊപ്പം ഒരു യുവതി കൂടി ഉണ്ടായിരുന്നു. ആ രീതിയിൽ നിരവധി ആളുകൾ തടിച്ചുകൂടുകയും ഇവരുടെ കൈവശം ലഹരി ഉൾപ്പെടെ ഉണ്ട് എന്നുള്ളൊരു സംശയമായിരുന്നു ഈ നാട്ടുകാർക്കുണ്ടായിരുന്നത്. അതിനിടയിൽ ഇവരിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ നാട്ടുകാർ ചേർന്ന് കെട്ടിയിട്ടു എന്നുള്ളതാണ് നാട്ടുകാരുടെ ഭാഷ്യം. പിന്നീട് പോലീസിനെ ഏൽപ്പിക്കുകയും ചെയ്തു. അതിനിടയിൽ നാട്ടുകാർ കുറച്ച് പ്രകോപിതരാവുകയും ഇവർക്ക് നേരെ വരുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. പോലീസ് ഇടപെട്ടാണ് നാട്ടുകാരെ ശാന്തരാക്കുകയും ചെയ്തത്. ഒരു വിചാരണയിലേക്കൊക്കെ കടക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ പോലീസ് ഇടപെട്ട് ഈ നാട്ടുകാരെ ശാന്തരാക്കുകയായിരുന്നു. നാട്ടുകാർ പറയുന്ന ഒരു കാര്യം, ഇവരുടെ കൈവശം ലഹരിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു സംശയത്തിൽ നാട്ടുകാർ ഇടപെടൽ നടത്തിയെന്നുള്ളതാണ്. പക്ഷേ പോലീസ് അക്കാര്യം പറയുന്നില്ല. ഇവരുടെ കൈവശത്ത് നിന്ന് ലഹരിയൊന്നും പിടിച്ചിട്ടില്ല എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിവരം. ഏതായാലും കാപ്പ കേസ് ലംഘിച്ചാണ് ഇയാൾ കോഴിക്കോട് ജില്ലയിൽ പ്രവേശിച്ചത്. അതിന് പിന്നാലെയാണ് ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചതും പിന്നീട് നാട്ടുകാർ തന്നെ ഇയാളെ പിന്തുടർന്ന് പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. കുറ്റ്യാടി പോലീസാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. പിന്നീട് വളയം പോലീസിന് ഇയാളെ കൈമാറുകയും ചെയ്തിട്ടുണ്ട്. മറ്റ് നടപടിക്രമങ്ങളൊക്കെ കാപ്പ നിയമം ലംഘിച്ചതിലുൾപ്പെടെ മറ്റ് കേസുകളിൽ ഒക്കെ തുടർ നടപടികളിലേക്ക് കടക്കാൻ ഒരുങ്ങുകയാണ് പോലീസ് ഇപ്പോൾ. ശരി, അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങൾ നൽകിയത്. കാപ്പ പ്രതിയാണ് ഇപ്പോൾ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചിരിക്കുന്നത്.